അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ചേരമാൻ പെരുമാൾ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിസിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പെണ്ടാട്ടി അതാ കാൽക്കൽ വീണുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള മന്ത്രിയായിരിക്കുന്ന പടവലൻ നായർ അഥവാ കൃഷ്ണമൂർത്തി എന്നെ വഞ്ചിച്ചിരിക്കുന്നു, നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ചേരമാൻ പെരുമാളുടെ ബോധം നഷ്ടപ്പെടുകയാണ്. കാരണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയായ കൃഷ്ണമൂർത്തി എന്തൊരു കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് ചർച്ച ചെയ്യാതെ ചേരമാൻ പെരുമാൾ തീരുമാനിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനത്തെ പടവലൻ നായരാകുന്ന കൃഷ്ണമൂർത്തി എന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അതാ ആകെ കോരിത്തെരിച്ചിരിക്കുകയാണ്. ബോധം തെളിഞ്ഞതിന് ശേഷം പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇദ്ദേഹത്തിനെ വേഗം കഴുമരത്തിൽ കയറ്റി കൊല്ലാൻ വേണ്ടി ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ പട്ടാളക്കാർ കഴുമരത്തിലേക്ക് അതാ കൊണ്ടുപോകുകയാണ്. ആ സമയം കഴുമരത്തിൽ തൂക്കിലേറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്തും കൃഷ്ണമൂർത്തി പറഞ്ഞു യജമാനനായിരിക്കുന്ന ചേരമാൻ പെരുമാളോട്, നിങ്ങൾ ഈ കേസൊന്ന് വിസ്തരിച്ചതിന് ശേഷമായിരിക്കട്ടെ എന്നെ തൂക്കിക്കൊല്ലൽ, എന്നെ കഴുമരത്തിലേറ്റ് കൊല്ലൽ. ഈ കേസൊന്ന് വിസ്തരിച്ചിട്ടായിക്കൂടെ? ആരുടെ അടുക്കലാണ് തെറ്റ്? നിങ്ങളുടെ ഭാര്യയുടെ അടുക്കലാണോ എൻ്റെ അടുക്കലാണോ തെറ്റ് എന്ന് കേസൊന്ന് വിസ്തരിച്ചതിന് ശേഷമല്ലേ നല്ലത് എന്ന് കൃഷ്ണമൂർത്തി പറയുന്നുണ്ടെങ്കിലും അതൊന്നും ചേരമാൻ പെരുമാൾ ചെവിക്കൊള്ളുന്നില്ല. എന്ന് മാത്രമല്ല അങ്ങനെ അതാ കശുമരത്തിലേക്ക് കൊല്ലാൻ വേണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ രംഗം മഹാകവി മൊയ്ൻകുട്ടി ഇത് വിവരിക്കുന്നു. ബന്തുള്ള മേഘത്തിലുണ്ട് ബാനറുകൾ കൂറുന്ന്, ഭയമൊട്ടും വേണ്ട ഇതിൽ കയറിക്കോ ഭയന്ന്. അതെ, അവിടുന്ന് കശുമരത്തിലേക്ക് കയറ്റുന്ന സമയം കൃഷ്ണമൂർത്തി പടവലൻ നായർ പറയുകയാണ്, ഇനി 4-ാം വേദം കൊണ്ട് ഇറങ്ങുന്ന ഭഗവാനാണ് സത്യം, ആ പ്രവാചകനാണ് സത്യം, എൻ്റെ അടുക്കലാണ് സത്യമെന്ന് ഭഗവാനെ നിനക്കറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് നീ രക്ഷ നൽകണം, എനിക്ക് നീ തുണ നൽകണം, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവിടുന്ന് കൃഷ്ണമൂർത്തി പ്രാർത്ഥിക്കുകയാണ്. കഴുമരത്തിൻ്റെ മുകളിലെത്തിയ അദ്ദേഹം അത് അവിടുന്ന് തൻ്റെ താഴെയിരിക്കുന്ന ചേരമാൻ പെരുമാൾ അടക്കമുള്ള പട്ടാളക്കാരെ കൈയടിച്ചുകൊണ്ടതാ വിളിച്ചു പറയുകയാണ്. എന്താണത്? അല്ലാഹു റബ്ബുൽ ഇസ്സ കൃഷ്ണമൂർത്തിയുടെ പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ ഫലമായി അതാ ഒരു മേഘം അല്ലാഹു ഇറക്കി കൊടുത്തിരിക്കുകയാണ്. ആ മേഘത്തിലേക്ക് കയറാൻ വേണ്ടി അതാ മലക്കുകൾ മേഘം അതാ കൊണ്ടുവന്നിരിക്കുന്നു. അതിലേക്ക് കൃഷ്ണമൂർത്തി കയറിയിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണമൂർത്തി താഴെയുള്ള ആളുകളോട് പറഞ്ഞു, ഇതാ എൻ്റെ അടുക്കലാണ് സത്യമെന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടില്ലേ എന്ന് ചേരമാൻ പെരുമാളോട് പറയുകയാണ്. ആ രംഗമാണ് ബന്തുള്ള മേഘത്തിലുണ്ട് ബാനറുകൾ കൂറുന്ന്, ഭയമൊട്ടും വേണ്ട ഇതിൽ കയറിക്കോ ഭയന്ന്. ഈ സമയം കൃഷ്ണമൂർത്തി വിളിച്ചു പറഞ്ഞപ്പോൾ ചേരമാൻ പെരുമാൾ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ പടവലൻ്റെ അടുക്കൽ തന്നെയാണ് സത്യം, ഒന്ന് ദയവ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരണം, എൻ്റെ അടുക്കൽ തെറ്റുപറ്റിപ്പോയി, എനിക്ക് മാപ്പ് ചെയ്യണമെന്ന് ചേരമാൻ പെരുമാൾ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും അവിടുന്ന് കൃഷ്ണമൂർത്തി പറഞ്ഞു, നിങ്ങൾ ഒരു പാപമാണ് ചെയ്തു പോയിരിക്കുന്നത്. കേസ് വിസ്തരിക്കാതെ എന്നെ കഴുമരത്തിലേറ്റി കൊലപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്തത് അപരാധമാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇനി 4-ാം വേദം ഇറങ്ങുകയാണെങ്കിൽ ആ 4-ാം വേദം കൊണ്ടും അതുപോലെ തന്നെ ആ പ്രവാചകൻ, അതിൻ്റെ ഉടമയായ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. മാത്രമല്ല യോഗ്യത്തിൽ ഹജ്ജും നീ ചെയ്യിൽ ദോഷം പൊറുക്കുമേ. ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുകയും ഇനി മുഴുവൻ പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി ഒരു ഹജ്ജും ചെയ്യണമെന്ന് കൃഷ്ണമൂർത്തി അഥവാ പടവലൻ നായർ അന്ന് ചേരമാൻ പെരുമാളോട് പറഞ്ഞതാണ്. ഏതായാലും ചേരമാൻ പെരുമാളെ മന്ത്രിയായ കൃഷ്ണമൂർത്തിയെ മലക്കുകൾ എവിടെയോ കൊണ്ടുപോയി ഇറക്കി. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം അള്ളാഹുവിൻ്റെ വലിയ ഏതൊരു ഭാഗത്ത് താമസിച്ചു എന്ന് മറ്റൊരു ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും മനസ്സോടെ വളരെ വേദനയോടെ ദുഃഖഭാരവും പേറിക്കൊണ്ട് ചേരമാൻ പെരുമാളത കൊട്ടാരത്തിലേക്ക് മടങ്ങിയെന്ന് മാത്രമല്ല തൻ്റെ ഭാര്യയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുക എന്നൊക്കെ പറയുന്നത് പോലെ ശപിച്ചു എന്നാണ് പറയുന്നത്. തൻ്റെ ഭാര്യയെ ആ ഭാര്യയെ ശപിച്ചതിൻ്റെ പിന്നെ സ്മരണക്കായി ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഒരു ഭരണി നടത്തലുണ്ടല്ലോ, ഭരണിപ്പാട്ട് ഞാൻ ഇപ്പോൾ പാടിയാലും ഇപ്പോൾ നിങ്ങളെന്താ പിന്നെ പറയാമെന്നറിയില്ല.
ഭരണിപ്പാട്ടാണ് പാടുന്നത്. അത് പാട്ട് പാടി ചിലപ്പോൾ ഇനി കമൻറ്റ് കൂടെ പലതും വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഭരണിപ്പാട്ട് ഭരണി നടക്കുന്നത് ഈ ചേരമാൻ പെരുമാൾ തൻ്റെ ഭാര്യയെ ശപിച്ചതാണ്. ആ ഭാര്യയാണ് ഇപ്പോൾ പിന്നെ കൊടുങ്ങല്ലൂരിൽ നടത്തുന്ന ഭരണിപ്പാട്ടിൻ്റെ യഥാർത്ഥ ദേവി. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ചേരമാൻ പെരുമാൾ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും വളരെ ദുഃഖഭാരവും പേറിക്കൊണ്ട് കൊട്ടാരത്തിലിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കൊട്ടാരത്തിലിരിക്കുന്ന സമയമാണ്, കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഇരിക്കുന്ന സമയം അമാവാസി നാളിൽ അഥവാ ചന്ദ്രൻ ഉദിക്കാത്ത ദിവസത്തിൽ, കറുത്തവാവ് ദിവസത്തിൽ ചന്ദ്രൻ 2 പിളർപ്പായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്നവിടുന്ന് അബൂജഹലടക്കമുള്ള ഹബീബിൻ മാലിക്കിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചന്ദ്രൻ 2 പിളർപ്പായി മാറുകയും അത്ഭുതകരമായ മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കുകയും ഒരു പിളർപ്പ് മശരിക്കിലേക്കും മറ്റൊരു പിളർപ്പ് മഗ്രിബിലേക്കും പടിഞ്ഞാറിലേക്കും കിഴക്കിലേക്കും വന്നപ്പോൾ മഹാനായ ചേരമാൻ പെരുമാൾ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് ഈ ദൃശ്യം കാണുകയാണ്. ചന്ദ്രൻ പിളർത്തിയ അത്ഭുത സംഭവം ഹബീബായ നിബിതങ്ങൾ കാണിച്ചത്, അതും അമാവാസി നാളിൽ. അപ്പോൾ തൻ്റെ പടവലൻ പറഞ്ഞ, തൻ്റെ കൃഷ്ണമൂർത്തി പറഞ്ഞ ആ ദിവസം പ്രവാചകൻ അവിടെ മക്കത്ത് വന്നിരിക്കുന്നു എന്ന് മഹാനായ ചേരമാൻ പെരുമാൾ മനസ്സിലാക്കുകയും അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി ഇതാ പായക്കപ്പൽ മുഖേന കൊടുങ്ങല്ലൂരിൽ നിന്നും ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ കയറുകയാണ്. 2 പായക്കപ്പലിലായി. ഒരു പായക്കപ്പലിൽ ആളുകളും ഒരു പായക്കപ്പലിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ പട്ടാളക്കാരും അങ്ങനെ കയറി ഹബീബായ നിബിതങ്ങളെ കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് കയറുന്നു. രംഗം മഹാകവി മോയിൻകുട്ടി വിവരിക്കുന്നു. ഏറി കപ്പൽ പാശുയർത്തി രാപ്പകൽകൾ ഓടി എത്തിടൈ ഷഹർ മുകല്ല ബസ്തി തന്നിൽ കൂടി. അതടുത്ത എപ്പിസോഡിൽ